ആദ്യത്തെ ഈ 3 ആഴ്ച ഇവരിവിടെ വന്ന സമയത്ത് മുഴുവൻ എൻ്റെ കുഞ്ഞിനെ എങ്ങനെയാണ് കുളിപ്പിക്കേണ്ടതെന്നുള്ളത് എല്ലാ കാര്യങ്ങളും, അതായത് കുട്ടികളല്ലേ, കുളിപ്പിക്കാൻ എടുക്കുമ്പോൾ കരയും, അല്ലെങ്കിൽ വെള്ളം മയത്ത് വീഴുമ്പോൾ കരയും, അതിഭീകരമായിട്ട് കരയും. അപ്പോൾ ആ സമയത്തൊക്കെ ഒരമ്മ എന്നുള്ള നിലയിൽ കുഞ്ഞു കരയണം കണ്ടു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും വിഷമം വരും. ഇത് ചെയ്യുന്നത് ശരിയല്ലേ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടാവും. ഒരുപാട് ചോറുണ്ട് കുട്ടിക്ക് പാലുണ്ടാകുമോ? 72 കിലോ ആയിരുന്നു ഞാൻ എൻ്റെ ഡെലിവറി സമയത്ത് ഞാൻ ഉണ്ടായിരുന്നത്. സിസേറിയൻ ആയിരുന്നു ഞാൻ ചെയ്തത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളെല്ലാവരും പറയും വയറ് കെട്ടുന്നത് വയറ് ചാടാതിരിക്കാൻ സഹായിക്കുമെന്ന്. ഇതിന് എന്ത് ചെയ്യണം എന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾ എങ്ങനെയാണ് ഡീൽ ചെയ്തതെന്ന് എന്നോടൊന്ന് പറഞ്ഞു തരണം. ഹലോ ഗൈസ്, വെൽക്കം ടു എ ന്യൂ വ്ലോഗ്. അപ്പൊ ഇന്ന് എന്ത് കണ്ടിട്ട് നിങ്ങളോട് സംസാരിക്കുമെന്ന് ആലോചിച്ചപ്പോൾ കുറച്ചു കാലമായിട്ടുള്ള എൻ്റെ ലോകം എന്ന് പറയുന്നത് കുട്ടി, ഡെലിവറി, പ്രഗ്നൻസി, ഇതൊക്കെ തന്നെയാണല്ലോ. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അതിനുശേഷം, ഡെലിവറിക്ക് ശേഷം ഞാൻ അനുഭവിച്ച ചില പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് ഓവർകം ചെയ്തത് എന്നുള്ള കാര്യം നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഡെലിവറിക്ക് ശേഷം ആദ്യം ഉണ്ടായ പ്രശ്നം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും വണ്ണം വയ്ക്കുന്നു, അതുപോലെ തന്നെ വയറ് ചാടുന്നു എന്നുള്ള 2 കാര്യങ്ങളാണ്. വണ്ണം വെക്കുക എന്നുള്ള ആ ഒരു സാധനത്തിനെ എങ്ങനെ ഓവർകം ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എല്ലാവരും പറയുമല്ലോ, അതായത് കുട്ടി ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും, കുട്ടി ഉണ്ടാകുന്നത് വരെ കുഞ്ഞിന് വേണ്ട നല്ല ന്യൂട്രിയൻസ് കിട്ടണം, കുഞ്ഞിന് വേണ്ട നല്ല പ്രോട്ടീൻ കിട്ടണം, നന്നായി ഭക്ഷണം കഴിക്കണം എന്ന് പറയും. അത് ഞാനും പാലിച്ചിരുന്നു. ആ ഒരു 9 മാസം ഞാൻ നന്നായിട്ട് ഭക്ഷണം കഴിച്ചിരുന്നു. അതിനുശേഷം വന്നത്, അതായത് ഡെലിവറിക്ക് ശേഷവും ഇതേ കാര്യം നമ്മൾ കേൾക്കും. അതായത് പാലുണ്ടാകാനായിട്ട് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കണം, ഒരുപാട് ചോറുണ്ണണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കും. അപ്പൊ ആ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ തീരുമാനിച്ചത് ഒരുപാട് ചോറുണ്ട് കുട്ടിക്ക് പാലുണ്ടാകുമോ, ഇതിന് സയന്റിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു അടിത്തറയുണ്ടോ എന്ന് ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇല്ല. നമ്മളല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഡോക്ടേഴ്സിനോട് ചോദിക്കുമ്പോൾ ഒരുപാട് ചോറുണ്ടത് കൊണ്ടോ അല്ലെങ്കിൽ കുറേ പാല് കുടിച്ചത് കൊണ്ടോ അങ്ങനെയൊന്നും അല്ലല്ലോ ഇതിനെ നമ്മൾ എങ്ങനെയാണ് നല്ല രീതിയിൽ പാല് വരിക, കുട്ടിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കുട്ടിക്ക് കൊടുക്കാൻ സാധിക്കുക എന്ന് നമ്മൾ നോക്കുമ്പോൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. അതായത് ഇങ്ങനെ ചോറ് മാത്രമാണ് ലോകം, അല്ലെങ്കിൽ ചോറ് കഴിച്ചാലേ ശരിയാവുള്ളൂ എന്നുള്ള ആ ഒരു ചിന്ത മാറ്റിയിട്ട് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, നല്ല ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുക, ഫ്രൂട്ട്സ് കഴിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണ് ഞാൻ ഫോക്കസ് ചെയ്തത്. അപ്പം അതുകൊണ്ട് തന്നെ 72 കിലോ ആയിരുന്നു ഞാൻ എൻ്റെ ഡെലിവറി സമയത്ത് ഞാൻ ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ഞാനിപ്പോൾ 62 kgs എത്തി. ഇനി രണ്ടാമത്തത് വയറ് ചാടുക എന്നുള്ള പ്രശ്നം. അതായത് സിസേറിയൻ ആയിരുന്നു ഞാൻ ചെയ്തത് എന്നുള്ളത് കൊണ്ട് തന്നെ വയറ് അതിഭീകരമായിട്ട് കെട്ടിവെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടപടിയാവില്ല. അപ്പൊ പിന്നെ എന്താണ് ഇതിനെ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആകെ നമുക്ക് പറയാൻ പറ്റുന്ന ഉത്തരം എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ഓവർ കൺസേൺഡ് ആവാതിരിക്കുക എന്നുള്ളതായിരുന്നു. കാരണം ഞാൻ ആ ഒരു കാര്യത്തെക്കുറിച്ച് ബോധേഡ് ആയതേ ഇല്ല. അതായത് അയ്യോ വയറ് ചാടുന്നു എന്നുള്ള തോട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് മനസ്സിലേക്ക് വന്നുകൊണ്ടിരുന്നാൽ തന്നെ നമുക്ക് മൊത്തത്തിൽ നമ്മുടെ ഒരു നല്ല മൂഡ് പോവും, നല്ല ഒരു പോസിറ്റീവ് വൈബിനെ മൊത്തത്തിൽ ഇല്ലാണ്ടാക്കും. നമ്മളെല്ലാവരും പറയും വയറ് കെട്ടുന്നത് വയറ് ചാടാതിരിക്കാൻ സഹായിക്കുമെന്ന്. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് കാര്യമായിട്ട് പഠിച്ചപ്പോൾ വയറ് കെട്ടുന്നത് വയറ് ചാടാതിരിക്കാനല്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. നമ്മുടെ ഈ ഒരു മൊത്തത്തിലുള്ള മസിൽസിനൊക്കെ ഒരു സ്ട്രെങ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വയറ് കെട്ടുന്നത്. അല്ലാതെ വയറ് കെട്ടുന്നത് കൊണ്ട് ചാടൽ കുറയും അല്ലെങ്കിൽ ചാടാതിരിക്കും എന്നുള്ളതിലൊന്നും ഒരു അർത്ഥമില്ല. ഇതൊരു പക്ഷെ അത്ര കോമൺ ആയിരിക്കില്ല. പക്ഷെ എനിക്കുണ്ടായൊരു പ്രശ്നം എന്ന് പറയുന്നത് എൻ്റെ സ്കിന്നിന് ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ വന്നു. ഒബ്വിയസ്ലി സ്ട്രെച്ച് മാർക്സ് ഉണ്ടായ വയറിൽ, അതുപോലെ തന്നെ ആ ഒരു ഡെലിവറി സമയത്തോട് അടുത്തപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു അലർജിക് ഇഷ്യൂ വന്നു. അതായത് നമ്മുടെ കയ്യിലൊക്കെ ഭയങ്കരമായിട്ട്, കാലില്, വയറിന്റെ അടിഭാഗത്ത് ഇതൊക്കെ ഭയങ്കരമായിട്ട് ചൊറിയുക, ഫുൾ ടൈം ഇരുന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. ഡെലിവറി എല്ലാം കഴിഞ്ഞ് ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും കൈയൊക്കെ ആകെ വൃത്തികേടായി. സ്വാഭാവികമായിട്ടും എത്രയൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും, നമ്മൾ എത്ര ഐ ഡോണ്ട് കെയർ ആറ്റിറ്റ്യൂഡ് ആണെന്ന് പറഞ്ഞാലും നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു വിഷമം വരും, ഒരു ഡിപ്രഷൻ അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകും. ആ സമയത്ത് എന്നെ ഏറ്റവും അധികം സഹായിച്ച ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, സമേധ ആയുർവേദിക്സ്. ഞാൻ സമേതയിലെ ഡോക്ടറോട് ഇതിങ്ങനെ പറഞ്ഞു, ഡോക്ടറെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കയ്യിലും കാലിലും ഒക്കെ ഇങ്ങനെ മാർക്കുകളാണ് എന്ന് പറഞ്ഞപ്പോൾ മാഡം എന്നോട് പറഞ്ഞു, പേടിക്കണ്ട, നമുക്കൊരു പോസ്റ്റ് നേറ്റൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ പോസ്റ്റ് നേറ്റൽ ട്രീറ്റ്മെൻറ്റ് 21 ദിവസമാണ്, അതുകൊണ്ട് മാക്സിമം നമുക്ക് സ്ട്രെച്ച് മാർക്സ് കുറയ്ക്കാം, ഈ പാടുകൾ കുറയ്ക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. താങ്ക്ഫുള്ളി ആ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ കയ്യിലെ ആ മാർക്കുകൾ, എൻ്റെ കാലിലെ മാർക്കുകൾ, അതുപോലെ സ്ട്രെച്ച് മാർക്സ്, ഇതൊക്കെ പരമാവധി ഫെയ്ഡായിട്ടുണ്ട്.
അപ്പോൾ ഈ 21 ദിവസത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോഴത്തേക്കും ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള അവരുടെ ഒരു വളരെ ഹാപ്പി കസ്റ്റമർ ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നാണോ ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്ന് അറിഞ്ഞ വെരി നെക്സ്റ്റ് മന്ത് മുതൽ ഇന്ന് ഈ ഡെലിവറി കഴിഞ്ഞ് കുട്ടി ഉണ്ടായി പോസ്റ്റ് നേറ്റൽ ട്രീറ്റ്മെന്റ് വരെ എൻ്റെ കൂടെ ത്രൂ ഔട്ട് നിന്ന ഒരു സ്ഥാപനമാണ് സമേത ആയുർവേദിക്സ്. പലർക്കും ഒരുപക്ഷെ അറിയണ്ടാവില്ല നമ്മൾ ഈ പ്രീ നേറ്റൽ ട്രീറ്റ്മെന്റ് എടുക്കുമോ എന്നുള്ളത്. അതായത് എനിക്ക് ആ പ്രഗ്നൻസി സമയത്തൊക്കെ ഭയങ്കര കാലുവേദന, നടുവേദന ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഈ എല്ലാ മാസവും ഞാൻ ഒരു ദിവസം അവിടെ പോയി ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുമ്പോൾ ഒരു റെജുവനേഷൻ പാക്കേജ് ഒക്കെ എടുത്തു കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള മാറ്റം ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ 21 ദിവസത്തെ ട്രീറ്റ്മെന്റ് കൂടെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഓൾ ദ മോർ ഹാപ്പിയാണ്. കാരണം ഈ കയ്യിലെ പാടുകളില്ല, അതുപോലെ കാലിലെ പാടുകളില്ല, വയറിന്റെ പാടുകൾക്ക് ഭയങ്കരമായിട്ട് ഫെയ്ഡായി. 100% സ്ട്രെച്ച് മാർക്സ് മാറുമെന്ന് ആരും അവകാശപ്പെടുന്നതിൽ കാര്യമില്ല. അങ്ങനെ മാറില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, കഴിഞ്ഞ 1-2 വീഡിയോസ് ഒക്കെ ഇട്ടപ്പോൾ എല്ലാവരും പറഞ്ഞു വീണ ഭയങ്കര സുന്ദരിയായിട്ടുണ്ടല്ലോ എന്നൊക്കെ. വളരെ സന്തോഷമുള്ള കാര്യം. ആർക്കാണ് നമ്മളെ ഒന്ന് പുകഴ്ത്തുന്നത് ഇഷ്ടപ്പെടാത്തത്? അപ്പോൾ അതിനും കാരണം ഒരുപക്ഷെ ഈ ഒരു വളരെ വിഗറസ് ആയിട്ട് എടുത്ത ഈ ട്രീറ്റ്മെന്റ് ആയിരിക്കും. കാരണം അതിൽ ഫേസ് പാക്കുകൾ ഉണ്ടായിരുന്നു, അതുപോലെ ഓയിൽ മസാജ് ഉണ്ടായിരുന്നു, അതിനുശേഷം കിഴി, ഞവരക്കിഴി, ഇലക്കിഴി, ഇങ്ങനെയുള്ള പല പല മസാജുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ എന്നെ ഈ ഒരു രീതിയിൽ നിലനിർത്തുന്നത്. അപ്പോൾ ഓൾ താങ്ക്സ് ടു സമേത ആയുർവേദിക്സ്. ഇനി മൂന്നാമത്തെന്ന് പറയുന്നത് ഫിസിക്കൽ അല്ല, മെന്റൽ ആയിട്ടുള്ള ഈ നമുക്ക് ഉണ്ടാകുന്ന അതിഭീകര മൂഡ് സ്വിങ്സ്. ഇതിനെന്ത് ചെയ്യണം എന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾ എങ്ങനെയാണ് ഡീൽ ചെയ്തതെന്ന് എന്നോടൊന്ന് പറഞ്ഞു തരണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പലപ്പോഴും ആഗ്രഹമുണ്ട്, ഞാൻ ഭയങ്കരമായിട്ട് ഓവർ റിയാക്ട് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങൾക്കെന്ന് എനിക്കറിയാം. പക്ഷെ അതുപോലെ എനിക്ക് വെറുതെ കരച്ചിൽ വരുന്നുണ്ട് ചെറിയ ചെറിയ സില്ലി തിങ്സിന് പോലും എനിക്കറിയാം. പക്ഷെ അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണം, അത് എങ്ങനെയാണ് ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ കൊണ്ടുപോകാൻ പറ്റുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്കൊരു ധാരണയില്ല. എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ചില സമയത്ത് നമ്മുടെ കുഞ്ഞ് രാത്രി ഒരുപാട് നേരം ഉറങ്ങാതിരുന്ന് കരയുമ്പോൾ നമുക്ക് ദേഷ്യം വരുന്നു. അല്ലെങ്കിൽ ഒരു കുഞ്ഞ് തെറ്റ് നമ്മുടെ ഭർത്താവ് ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ നമ്മുടെ അമ്മ ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്തു തരാൻ പറയുമ്പോൾ അവർ കുറച്ച് ഡിലേ ആയിട്ട് അത് ചെയ്തു തരുമ്പോഴോ ഒക്കെ എനിക്ക് ഭയങ്കര ദേഷ്യം വരും. ഞാൻ അവരോട് ഭയങ്കരമായിട്ട് കയർത്ത് സംസാരിക്കാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ വെറുതെ കിടന്ന് കരയാറുണ്ട്, ഇതൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നത് ഇതൊക്കെ ഈ സമയത്ത് സ്വാഭാവികമാണ്, അതിനെ അതിൻ്റെ വഴിക്ക് വിട്ടേക്കുക, കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു വരും എന്ന് ആലോചിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി 4ാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നതും എല്ലാ അമ്മമാരുടെ ആഗ്രഹമായിരിക്കും, അല്ലെങ്കിൽ എനിക്കറിയാവുന്ന എല്ലാ അമ്മമാരുടെ ആഗ്രഹമാണ് കുഞ്ഞിന് എക്സ്ക്ലൂസീവായിട്ട് ബ്രസ്റ്റ് മിൽക്ക് മാത്രം ഫീഡ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. ഞാനും ഭയങ്കരമായിട്ട് അങ്ങനെ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അത് മാത്രമായിട്ട് കുഞ്ഞിന് ബ്രസ്റ്റ് മിൽക്ക് മാത്രം കൊടുക്കുമ്പോൾ അതിന് വിശപ്പ് മാറുന്നില്ല, അത് രാത്രിയൊക്കെ കിടന്ന് കരയുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പീഡിയാട്രീഷ്യനും കൂടെ സജസ്റ്റ് ചെയ്തു, ഇനി അത് മാത്രമായിട്ട് ചെയ്യേണ്ട, നമുക്ക് ഫോർമുല മിൽക്കും കൂടെ ആഡ് ചെയ്യാം, രണ്ടും കൂടെ ഉള്ളൊരു കോമ്പിനേഷനിൽ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും കുറച്ചുകൂടെയൊക്കെ ശരിയാകും. കാരണം അവയ്ക്ക് വെയിറ്റും ഭയങ്കര കുറവായിരുന്നു നമ്മൾ വീണ്ടും ചെക്കപ്പിനൊക്കെ ചെല്ലുമ്പോൾ. ആ സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ട് ഒരമ്മ എന്നുള്ള നിലയിൽ ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് എന്നെ ഡൗട്ട് ചെയ്തിരുന്നു. ഞാൻ കഴിക്കുന്ന ഫുഡ് ശരിയാവാത്തത് കൊണ്ടാണോ കുഞ്ഞിന് പാല് കൃത്യമായിട്ട് കിട്ടാത്തത്, അല്ലെങ്കിൽ ഈ ഫോർമുല മിൽക്ക് കൊടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി ഭയങ്കര കുറവാണ്, അപ്പം അതുകൊണ്ട് എൻ്റെ ഭാവ്യം അങ്ങനെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞായി പോവോ, ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കര കൺസേൺസും അതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് അലട്ടിയിരുന്നു. പക്ഷെ ഓവർ ദി ഡേയ്സ് ഞാൻ മനസ്സിലാക്കിയതെന്ന് പറയുന്നത്, നമ്മൾ പല ഡോക്ടർമാരുടെ അഡ്വൈസ് ഇടുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഡോക്ടേഴ്സിന്റെ പല പല റീലുകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതെന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ആവശ്യത്തിന് പാല് നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കുട്ടിയെ ഫീഡ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അത് ബ്രസ്റ്റ് മിൽക്കാണോ അല്ലെങ്കിൽ ഫോർമുല മിൽക്കാണോ എന്നുള്ളതൊന്നുമല്ല. കുട്ടിക്ക് കൃത്യമായ ഭക്ഷണം കിട്ടുന്നുണ്ടോ, കുട്ടിക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പം ആ കാര്യം അറ്റൈൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കൊടുക്കുന്നതിനോ, അല്ലെങ്കിൽ ഇനി ഒരു പക്ഷെ മുലപ്പാൽ ഇല്ലാത്ത അമ്മമാര് ഫോർമുല മിൽക്ക് മാത്രം കൊടുക്കുന്നതിനോ അതിനൊന്നും അവരെ കുറ്റപ്പെടുത്താതിരിക്കുക. കാരണം അവരുടെ ജീവിത സാഹചര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ ശരീരത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങളോ ഒക്കെ ആയിരിക്കാം പാല് വരാതിരിക്കുന്നത്. അല്ലാതെ എൻ്റെ കുഞ്ഞിന് പാലേ കൊടുക്കില്ല എന്ന് ചിന്തിക്കുന്ന ഒരമ്മയെ ലോകത്തുണ്ടാവില്ല. എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്. അപ്പൊ അത് ചിലപ്പോൾ പറ്റിയില്ല എന്നുള്ളത് അവരെ കുറ്റപ്പെടുത്താതിരിക്കുക, അവരെ ഒരു ഡിപ്രഷനിലേക്ക് തള്ളിവിടാതിരിക്കുക എന്നുള്ളത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അമ്മമാരോടും അച്ഛന്മാരോടും, ഇനി എന്താ പറയാ, അമ്മായി അമ്മമാരോടും അവരുടെ അമ്മമാരോടും ഒക്കെ എനിക്ക് പറയാനുള്ളതാണ്.
അങ്ങനെ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലതായിരുന്നു. ഇനി അഞ്ചാമത്തത് ഒരു പ്രശ്നമല്ല, പക്ഷെ ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചൊരു കാര്യമായിരുന്നു ഈ കുഞ്ഞുവാവയെ കുളിപ്പിക്കുക, അതൊക്കെ എങ്ങനെയാ ചെയ്യുക എന്നുള്ളത്. അത് ഇപ്പം എൻ്റെ അമ്മേനോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, നിങ്ങളെയൊക്കെ 10-30 വർഷം മുമ്പ് കുളിപ്പിച്ചല്ലേ, അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ചൊരു വലിയ ധാരണകളില്ല, അല്ലെങ്കിൽ എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല എന്ന് പറഞ്ഞു. അവിടെയും എന്നെ ഹെൽപ്പ് ചെയ്തത് സമയത്ത് തന്നെയാണ്. ആദ്യത്തെ ഈ 3 ആഴ്ച ഇവരിവിടെ വന്ന സമയത്ത് മുഴുവൻ എൻ്റെ കുഞ്ഞിനെ എങ്ങനെയാണ് കുളിപ്പിക്കേണ്ടതെന്നുള്ളത് എല്ലാ കാര്യങ്ങളും, അതായത് കുട്ടികളല്ലേ കുളിപ്പിക്കാൻ എടുക്കുമ്പോൾ കരയും, അല്ലെങ്കിൽ വെള്ളം മയത്ത് വീഴുമ്പോൾ കരയും, അതിഭീകരമായിട്ട് കരയും. അപ്പോൾ ആ സമയത്തൊക്കെ ഒരമ്മ എന്നുള്ള നിലയിൽ കുഞ്ഞു കരയണം കണ്ടു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും വിഷമം വരും, ഇത് ചെയ്യുന്നത് ശരിയല്ലേ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടാവും. ആ സമയത്തൊക്കെ ഇതിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്, ഇത് എങ്ങനെയൊക്കെയാണ് കരയാതെ വളരെ മിടുക്കനായിട്ട് അല്ലെങ്കിൽ മിടുക്കിയായിട്ട് നമ്മുടെ കുഞ്ഞിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നത് എന്ന് എന്നെ പഠിപ്പിച്ചു തന്നത് അവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ഇതുവരെ സ്വന്തമായിട്ട് ചെയ്തു തുടങ്ങിയിട്ടില്ല, പക്ഷെ ഇപ്പോൾ എന്നോട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതിനും അവരോട് താങ്ക്സ് പറയുകയാണ്. പിന്നെ നമ്മളെപ്പോഴും വിചാരിക്കും കുട്ടി ഉണ്ടായി കഴിഞ്ഞു, നമ്മളുടെ വയറിൽ നിന്ന് അല്ലെങ്കിൽ ആ വലിയ വയറൊക്കെ മാറിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ എനർജി കിട്ടുമെന്ന്. കാരണം അത്രയും കാലം ഇത്രയും വലിയൊരു സാധനം കൂടെ നമ്മളിങ്ങനെ കൊണ്ടുനടന്ന് അത് മാറിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര എനർജറ്റിക് ആകും എന്നൊക്കെ ചിന്തിക്കുമായിരിക്കും. ഞാൻ ചിന്തിച്ചിരുന്നു, പക്ഷെ അത് വലിയ മണ്ടത്തരമാണ്. കാരണം അൾട്രാ ടയേർഡ്നെസ് ആണ് ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പാല് കൊടുക്കുന്നത് കൊണ്ടും കൂടെ ആയിരിക്കാം. എപ്പോഴും ഉറങ്ങണം എന്നൊക്കെയുള്ള ഫീലിംഗ്. പക്ഷേ ഓൺ ദി കോൺട്രറി നമുക്ക് ഉറങ്ങാൻ പറ്റുകയില്ല. കാരണം എവറി 2 hours നമുക്ക് കുഞ്ഞിന് പാല് കൊടുക്കണം, കുഞ്ഞു കരയും, എഴുന്നേൽക്കണം, അല്ലെങ്കിൽ ഇനി ഉറങ്ങുന്ന കുഞ്ഞിനെ വിളിച്ചെഴുന്നേപ്പിച്ച് പാല് കൊടുക്കണം. പ്രത്യേകിച്ച് എൻ്റെ വാവ അണ്ടർ വെയിറ്റും കൂടെ ആയതുകൊണ്ട് പാല് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് എൻ്റെ ഉറക്കത്തിൽ നിന്ന് എന്നെ വിളിച്ചെഴുന്നേൽപ്പിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള കാര്യമാണ്. ഒരുപക്ഷെ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും, എനിക്കറിയില്ല. അപ്പോൾ ആ സമയത്തൊക്കെ എന്താ ചെയ്യാൻ പറ്റുക എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ടയേർഡ് ആകും. അത് എന്താ പറയുക, മനുഷ്യ സഹജമാണ്, മാതൃത്വ സഹജമാണ് എന്ന് ചിന്തിക്കുക. കുറച്ചു കാലം, ഒരു 2-3 മാസമായിരിക്കും ഒരുപക്ഷെ ഇങ്ങനത്തെ ഒരു ഫേസിൽ കൂടെ കടന്നു പോകേണ്ടി വരിക. കാരണം നമുക്ക് എപ്പോഴും എഴുന്നേറ്റ് പാല് കൊടുക്കണം എന്നുള്ള ചിന്ത. അത് കുറച്ച് കഴിയുമ്പല്ലേ നമുക്ക് കുഞ്ഞിനോട് ഭയങ്കരമായിട്ടുള്ളൊരു സ്നേഹം വന്നു തുടങ്ങുമ്പോഴത്തേക്കും അതൊന്നും ഒരു വിഷയമല്ലാണ്ടായിട്ട് മാറും. എനിക്ക് ആദ്യത്തെ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയൊക്കെ എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. ഇത് ചെയ്യാൻ പറ്റുക, എനിക്കാണെങ്കിൽ പാല് കൊടുക്കുമ്പോൾ വേദന എടുക്കുന്നു, അങ്ങനെയൊക്കെയുള്ള, ഇനി നിപ്പിൾ ക്രാക്ക് ഒന്നും ഉണ്ടായിട്ടില്ല, അതുണ്ടാവുമോ എന്നൊക്കെയുള്ള പേടി, ഇങ്ങനെയൊക്കെയുള്ള പല പേടികളുണ്ടായിരുന്നു. പക്ഷെ അതിനെയൊക്കെ നമ്മൾ അതിജീവിക്കും. നമുക്ക് കുറച്ച് ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മൾ കുഞ്ഞിനെ കാണുമ്പോൾ, അത് നമ്മളിങ്ങനെ സ്നേഹത്തോടെ നോക്കുന്നത് കാണുമ്പോൾ, അതിൻ്റെ ലോകം നമ്മൾ മാത്രമാണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, അങ്ങനെയൊക്കെ കഴിയുമ്പോഴത്തേക്കും ആ വേദനകളൊക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം നമ്മൾ മറക്കും. നമ്മുടെ ടയേർഡ്നെസ് നമ്മൾ മറക്കും. നമുക്കുണ്ടാകുന്ന എനിക്ക് പുറത്തൊന്നും പോകാൻ പറ്റുന്നില്ലല്ലോ, നമ്മൾ ഫുൾ ടൈം വീട്ടിലിരിക്കുക, ഈ കൊച്ചിനെ നോക്കി ഇരിക്കുകയാണല്ലോ എന്നുള്ള ചിന്ത മാറും. എനിക്കിപ്പോൾ 2 മണിക്കൂർ പുറത്തേക്ക് പോയ ടെൻഷനാണ്, കൊച്ചു കരയുന്നുണ്ടോ എന്നുള്ളത്. അതെങ്ങനെയാണ് ഞാൻ അങ്ങനെ മാറിയതെന്ന് ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത്രമാത്രം മാറ്റങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു ജേർണിയിൽ ഞാൻ ഫേസ് ചെയ്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാനത് എങ്ങനെയാണ് ഓവർകം ചെയ്തത് എന്നൊക്കെയുള്ളത്. അപ്പം ഇത് ഈ ഒരു പ്രഗ്നൻസിയിലേക്ക് കടക്കുന്ന ഏതെങ്കിലും സ്ത്രീകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മദർഹുഡിലൂടെ കടന്നു പോകുന്ന സ്ത്രീകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഭർത്താക്കന്മാരുണ്ടെങ്കിൽ, അവരെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന അമ്മമാരുണ്ടെങ്കിൽ, ഇവർക്കൊക്കെ എന്തെങ്കിലും തരത്തിൽ ഉപകാരപ്പെടുമെന്നുള്ള പ്രതീക്ഷയുടെ പുറത്താണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ നമുക്ക് പുതിയൊരു കണ്ടന്റുമായിട്ട് വീണ്ടും കാണാം.